വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ടോപ്പ് കട്ടിങ് വീഡിയോയാണ്. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ തുണി ഇട്ടിട്ടുണ്ട്, ലൈനിങ് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ ടോപ്പിൻ്റെ അളവെടുത്തല്ല തയ്ക്കാൻ പോകുന്നത്, കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ടോപ്പ് ഇതേപോലെ ഇതിന് മോൾപോട്ട് ഇട്ടിട്ട് അളവെടുത്താണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ടോപ്പിൻ്റെ ഈ തുണിയുടെ മോൾപോട്ട് ഈ ടോപ്പ് ഇട്ട് വെക്കാം. ഞാനിത് ഇട്ടിട്ട് വരാവേ. ഇതിലൊരു വർക്കുണ്ട് കണ്ടോ, ഇത് നേരെ നടുക്ക് വരണം. ഈ വർക്കിൻ്റെ ഈ പൂവിൻ്റെ നടുഭാഗം, ഇല്ലെങ്കിൽ ഏങ്കോണിച്ചിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ടോപ്പ് എടുത്ത് അതിൻ്റെ അകംവശം എടുക്കണം. അകത്തെ ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ മോൾപോട്ട് നാലായിട്ട് മടക്കിയിടണം. ഈ തുണി നാലായിട്ട് മടക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് ഈ ഇട്ടതുപോലെ തന്നെ ഈ ടോപ്പ് നാലായിട്ട് മടക്കി ഇതിലിടണം. എന്നിട്ട് നമുക്ക് 1/2 ഇഞ്ച് വിട്ടും കൊണ്ട്, ഇപ്പൊ ഈ തയ്യൽ ഇതിന്റെ ഇവിടം വരെ ഉണ്ടല്ലോ, ഈ വക്ക് ഇവിടം വരെ കണ്ടോ, ഇത് ഇവിടം വരെ കണ്ടെങ്കിലും നമ്മൾ പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടെ ഇട്ടും കൊണ്ട് ഇങ്ങോട്ട് മാറ്റി ഇട്ടും കൊണ്ട് നമുക്ക് ഇതേ മോഡല് വരച്ചെടുക്കാം. ഞാൻ തന്നെ വരച്ചിട്ടിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല ഈ നീല മഷി ആയതുകൊണ്ട്. കണ്ടോ, ഈ ചോക്ക് ഇതായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ഇതേ മോഡലിൽ ഇത് കട്ട് ചെയ്തെടുത്തോണ്ട് വരാം. അപ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നറിയാമോ, ബാക്കിലെ കഴുത്ത് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഫ്രണ്ടിലത്തെ കഴുത്ത് കട്ട് ചെയ്യണമല്ലോ. അതിന് നമ്മൾ ഈ ഫ്രണ്ടിലത്തെ തുണി എടുത്തും കൊണ്ട് ബാക്കി തുണികളെല്ലാം അങ്ങ് മാറ്റിയേക്കണം. അതും അതിൻ്റെ ലൈനിങ്ങും അങ്ങ് മാറ്റിയേക്കണേ. ഇതിൻ്റെ ലൈനിങ്ങും മാറ്റിയിട്ട് അതും ഈ ഫ്രണ്ടിലത്തെ പീസും അതിൻ്റെ ലൈനിങ്ങും കൂടെ ഒപ്പത്തിനിടുക. നല്ലതുപോലെ വലിച്ചിടണം, ചുളിവ് വരല്ലേ. ചുളിവ് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമായിട്ട് തീരും. എന്നിട്ട് നമുക്ക് ആ ലൈനിങ് കൂടെ ചേർത്ത് ഇങ്ങനെ കട്ട് ചെയ്തേക്കാം. കട്ട് ചെയ്തേ. ഇനി നമ്മൾ കൈകളാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കൈകൾ കട്ട് ചെയ്യാൻ പോകുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് അതിന് ഇറക്കം എടുത്താൽ മതി. ഇറക്കം എടുത്തിട്ട് എന്നെ അടുത്തെന്നറിയോ, നമുക്ക് അളവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൈക്കുഴിയുടെ അളവെടുക്കുക. തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ട് ഈ കൈക്കുഴി എത്ര കിട്ടുമെന്ന് നോക്കുക. കൈക്കുഴി 11 കിട്ടിയിട്ടുണ്ട്. തയ്യൽ വഴുതിന്ന് പോകും, 1/2 ഇഞ്ച് പോകും. അപ്പോൾ 10.5 കൂട്ടിയാൽ മതിയേ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റിയിട്ടിട്ട് നമുക്ക് അതിൻ്റെ തുണി എടുക്കാം. അപ്പം നമുക്ക് കൈയിറക്കം വേണ്ടത് 16 ഇഞ്ചാണ്. തയ്യലും പടിമടക്കും എല്ലാം കൂടെ കൂട്ടി 16 ഇഞ്ചാണ് വേണ്ടത്. ഇത് കിട്ടത്തില്ല 16 ഇഞ്ച്, ഒരു 14.5 കിട്ടത്തുള്ളൂ. അപ്പം ബാക്കി 2 ഇഞ്ച് നമുക്ക് 1.5 ഇഞ്ച് നമുക്ക് ഇവിടെ താഴെ പടി പോലെ പിടിപ്പിക്കാം. അങ്ങനെ ഒക്കത്തുള്ളൂ. അതിലൊരു കട്ടിയും കിട്ടും. അപ്പോൾ എന്തെടുക്കണം എന്നറിയാം, ഇത് തുണി 4ആയിട്ട് മടക്കിയിട്ടിരിക്കുക. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 14.5 കിട്ടിയിരിക്കുന്നത്. അവിടുന്ന് ഇവിടെയും 14.5 നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഈ 4ന്റെ അവിടെ ഒരു പോയിന്റ് കൊടുക്കണം. എന്നിട്ട് നമുക്ക് 10.5 അല്ലേ തയ്യൽ കഴിഞ്ഞ് കിട്ടുന്നത്, 10.5 ഇതേ കിട്ടുമെന്ന് നോക്കണേ. ഇങ്ങനെ വളച്ച് വെക്കണം. ഈ 4ന്ന് നമ്മൾ ഈ 14.5 വരെ വളച്ച് നോക്കണം. അപ്പോൾ 10.5 ഇവിടാണ് കിട്ടിയിരിക്കുന്നത്. ആ 10.5 തൊട്ട് 10.5 വരെ ഇത് നമ്മളിങ്ങനെ റൗണ്ട് നല്ലപോലെ വളച്ചെടുത്തേരെ. കൈക്കുഴിയാണിത്. ഇനി കൈവണ്ണം നമുക്ക് 6 1 ഒരു 7 ഇഞ്ചാണ് വേണ്ടത്. ആ 7 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് ഈ 7 ഇഞ്ചിന്ന് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുവാണ്. ഇതാണ് നമ്മുടെ കൈ. അതൊക്കെ നമ്മൾ ഏച്ചു വെച്ചാൽ മതി ശകലം. സാധാരണ ചിലപ്പോൾ റെഡിമെയ്ഡിനൊക്കെ നമ്മൾ വിലയ്ക്ക് മേടിക്കുന്നതിന് കൈയുടെ അവിടെ ഒരു പടി പോലും കാണുമല്ലോ. അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ബാലൻസ് വന്ന തുണിയുണ്ടല്ലോ ഇതെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ കൈ. ഇനി നമുക്കിത് തയ്ച്ചുകൊണ്ട് വരാം. അപ്പോഴത്തേന് ഞാൻ ആ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞ്
ഇതേ അളവിൽ തന്നെയാണ് ഞാനത് തയ്ച്ചിരിക്കുന്നത്. കണ്ടോ? ഇത് നേരെ നടുക്ക് വരാൻ ശ്രദ്ധിക്കണേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ കൈക്ക് അത്ര ഇറക്കം കിട്ടിയില്ല. ഒരു ശകലം പടി ഏച്ച് വെക്കേണ്ടി വന്നു. കണ്ടോ? അത് അടിയിൽ ഇങ്ങനെ പടി പോലെ ഏച്ച് വെച്ചു. അല്ലാതെ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.